ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട്, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഈ ഒരു അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ തന്നെ പാർട്ട് 3 വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പാർട്ട് 3 വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർട്ട് 2, പാർട്ട് 1 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. കാരണം സ്റ്റാർട്ടിംഗ് ഇല്ലാതെ നിങ്ങൾ ഈ ഒരു എൻഡിങ് പാർട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഭാഗങ്ങൾ വീഡിയോസ് കാണുക, അതിനുശേഷം മാത്രം ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നേരെ പഠനത്തിലേക്ക് കിടക്കാം. എല്ലാവരും ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയോട് കൂടിയിട്ട് ഈ ഒരു അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യം കഴിയുകയാണ്. അതിനുശേഷം നമ്മൾ പിന്നീട് കുറേ ഗ്രാമറും അതും ഇതൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം സിമ്പിളാണ്, ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീർക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ് നിർത്തിയത് എവിടെയാണ്? കുട്ടി ആൽമരത്തിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഏപ്രിൽ മാസത്തിൽ ഉച്ച സമയത്ത് കുട്ടി ഒരു അത്ഭുതകരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് തോന്നിപ്പിക്കുന്ന ഒട്ടും കണ്ടു പരിചയമില്ലാത്ത ഒരു കാര്യം കുട്ടി കാണുകയാണ്. ആ കണ്ട കാര്യം എന്താണ് എന്ന് നിങ്ങളൊന്ന് ഓർമ്മിച്ചേ. കീരിക്കും പാമ്പിനും ഇടയിലുള്ള ഫൈറ്റ്. ആ കീരിക്കും പാമ്പിനും ഇടയിലുള്ള ഫൈറ്റ് ഇങ്ങനെ കുട്ടി ആകാംക്ഷപൂർവ്വം ആൽമരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കണ്ടു തീർത്തു. അതിൽ കാണികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മൈനയും കാക്കയോ ആയിരുന്നു. അങ്ങനെ ഒരുപാട് 3 റൗണ്ടുകൾക്കൊടുവിൽ നമ്മുടെ മംഗൂസ് കീരി പാമ്പിനെ പരാജയപ്പെടുത്തി. പാമ്പ് മരണപ്പെട്ടു. അങ്ങനെ കീരി പാമ്പിനെ കുറ്റിച്ചെടികളുടെ ഇടയിലേക്കായിട്ട് കൊണ്ടുപോയി. ഇത് കണ്ടുകൊണ്ട് നിന്ന മൈന എന്ത് ചെയ്യുകയാണ്? ആ കീരിക്ക് ഒരു അഭിനന്ദനം എന്ന രീതിയിൽ കരഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നുപോയി. ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. എന്നിട്ടോ ഇപ്പോഴും കുട്ടി ആൽമരത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, പാർട്ട് 3 വീഡിയോയിലോട്ടേക്ക് കിടക്കാം. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. അങ്ങനെ ആൽമരത്തിൽ ഇരിക്കുന്ന കുട്ടി ആൽമരത്തിൽ നിന്നും താഴെ ഇറങ്ങി. ഡിസെൻഡ് എന്ന് വെച്ചാൽ താഴെ ഇറങ്ങുക. ഓക്കെ, ആൽമരത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ടാകുമ്പോൾ കുട്ടി നേരെ എന്ത് ചെയ്തു? മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയി. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. മുത്തശ്ശനോട് കുട്ടി കണ്ട ഫൈറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുട്ടി പറഞ്ഞു കൊടുത്തു. അപ്പം നിങ്ങൾ ഓർക്കണം, 6 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് കോൺവെർസേഷൻ, സംഭാഷണം. ഈ കുട്ടി മുത്തശ്ശനോട് ഈ കണ്ട ഫൈറ്റിനെ പറ്റിയിട്ട് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശനും കുട്ടിക്കും ഇടയിലുള്ള കോൺവെർസേഷൻ ചോദിക്കാം. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് ഫാദർ ആൻഡ് ബോയ്. 6 മാർക്ക് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. കൃത്യമായിട്ട് അത് കണ്ടേക്കണം ഈ വീഡിയോ കണ്ടതിന് ശേഷം. അങ്ങനെ കുട്ടി മുത്തശ്ശൻ്റെ അടുക്കൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും വിവരിച്ചു എന്നാണ് പറയുന്നത്. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വോൺ. അദ്ദേഹം വളരെയധികം സന്തോഷവാനാണ്. കാരണം വളരെയധികം ഒന്നുമില്ലെങ്കിലും ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം മംഗൂസാണ് വിജയിച്ചത്. എന്തുകൊണ്ടായിരിക്കാം അത്? ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ. അദ്ദേഹം ഈ മംഗൂസ് പൂന്തോപ്പിൽ ജീവിക്കുന്നതിൽ സന്തുഷ്ടനാണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ട് മംഗൂസ് ഇവിടെ ജീവിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറയാറ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് എവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പൂന്തോപ്പിൽ നിന്നും പാമ്പുകളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഈ കീരി അവിടെ താമസിച്ചോട്ടെ എന്ന രീതിയിൽ അങ്ങനെയൊരു നിലപാടെടുത്തത്. കൂടാണ്ട് ഈ കീരി അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഈ അടുക്കളയിൽ നിന്നുമുള്ള ബാക്കി വരുന്ന സാധനങ്ങൾ, സ്ക്രാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവശിഷ്ടങ്ങൾ. അങ്ങനെയുള്ള, അതായത് കിച്ചണിൽ വരുന്ന ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ എന്ത് കൊടുക്കുമായിരുന്നു? ആർക്ക് കൊടുക്കുമായിരുന്നു? നമ്മുടെ ഈ ഒരു കീരിക്ക്, മംഗൂസിന് കൊടുക്കുമായിരുന്നു. ഓക്കെ, ഹി ഹാഡ് നെവർ ട്രൈഡ് ടൈമിങ് ഇറ്റ്. മക്കളെ, അർത്ഥം മീനിങ് പറയുമ്പോൾ കൃത്യമായിട്ട് പെന്നോ പെൻസിലോ ഉപയോഗിച്ചുകൊണ്ട് ആ വേർഡിന് മുകളിൽ എഴുതി വെക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിലായാലോ ഇംഗ്ലീഷിലായാലോ ഒന്നും കുഴപ്പമില്ല. നമ്മളാണ് പഠിക്കുന്നത്, നമുക്കാണ് മനസ്സിലാകേണ്ടത്, നമ്മളാണ് ഇത് വായിക്കേണ്ടത്.
അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ട് അതിന് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതണമെന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതണമെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണോ അങ്ങനെ അവിടെ എഴുതി വെക്കുക അതിൻ്റെ മീനിങ് ഓരോ വാക്കിൻ്റെയും. ഇവിടെ ടൈമിങ് എന്ന് വെച്ചാൽ മെരുക്കുക എന്നാണ്. അതായത് ഹി ഹാഡ് നെവർ ട്രൈഡ് ടൈമിങ് ഇറ്റ്. ഹി എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ ഒരിക്കലും ആ മംഗൂസിനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്തായിരിക്കാം? ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാരണം കാട്ടിലുള്ള കീരിയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കീരിക്ക് കാട്ടിലുള്ള കീരിയുടെ വീര്യവും ആ ഒരു എടുപ്പുണ്ടോ? ഇല്ല അല്ലേ? മുത്തശ്ശൻ എന്തിനാ ഈ കീരീൻ്റെ ആവശ്യം? പാമ്പുകളെ അകറ്റി നിർത്താൻ. മുത്തശ്ശൻ വീട്ടിൽ വളർത്തുന്ന കീരിയാണെങ്കിൽ അതിന് ഈ പാമ്പിനെ ഒരു അടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ എനിക്ക് എന്തൊക്കെയോ പോലെ ഉണ്ടാവും. പകരം ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ പോകുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ എനിക്ക് പരിചയം ഉണ്ടാവും. അതുപോലെ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഞാൻ വീട്ടിലിരിക്കും, അതാണ് എൻ്റെ കംഫേർട്ട്. ഒന്നുമില്ല സംഭവം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ലേഖടിപ്പിക്കുന്നൊന്നുമില്ല. അത്ര തന്നെ. അദ്ദേഹം ആ ഒരു കീരിയെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം, മെരുക്കിയെടുത്ത കീരിയെക്കാളിലും കാട്ടിൽ ജീവിക്കുന്ന കീരിയാണ് ശക്തൻ എന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അതിനൊന്നും താല്പര്യപ്പെടാതിരുന്നത്. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. And once I saw him with an egg in his mouth and knew he had been in the poultry house. But he hadn't harmed the birds, and I know grandmother would forgive him for stealing as long as he kept the snakes away from the house. അതായത് ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൻ സോ ദ മംഗൂസ് പെട്രോളിംഗ് ദി ഫോർ കോർണേഴ്സ് ഓഫ് ദി ഗാർഡൻ. ബനിയൻ ട്രീ, ആൽമരത്തിൽ കുട്ടി ഇരിക്കുമ്പോഴൊക്കെ ഈ മംഗൂസ് ഈ ഒരു പൂന്തോപ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് തിരിഞ്ഞ് കളിക്കുന്നത് കുട്ടി കാണാറുണ്ടായിരുന്നു. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഒരിക്കൽ ഈ ഒരു കീരിയുടെ വായിൽ ഒരു മുട്ടയും ഞാൻ കാണാൻ ഇടയായി. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നമ്മുടെ ചങ്ങായി, നമ്മുടെ ആരാണ് കീരി എവിടെ പോയിട്ടുണ്ടായിരുന്നു? ആ കോഴിക്കൂട്ടിൽ കീരി കയറി എന്ന് ആർക്ക് മനസ്സിലായി? കുട്ടിക്ക് മനസ്സിലായി. പോൾട്രി ഹൗസ് എന്ന് പറഞ്ഞാൽ കോഴിക്കൂട്. അപ്പോൾ കോഴിക്കൂടിൽ കയറി ഒരു മുട്ട എടുത്തിട്ടാണ് ആര് പോകുന്നത്? നമ്മുടെ ഈ ഒരു കീരി പോകുന്നത്. ബട്ട് ഹി ഹാഡൻ ഹാംഡ് ദ ബേർഡ്സ്. എന്നാലോ കീരി ഒരിക്കലും ആ കോഴികളെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ആൻഡ് ഐ നോ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗിവ് ഹിം ഫോർ സ്റ്റീലിങ്. കാരണം കുട്ടിക്കറിയാം എന്താണ് മുത്തശ്ശി ആ ഒരു മുട്ട എടുത്തതിൽ കീരിയോട് ക്ഷമിക്കും. കാരണം സ്റ്റീലിംഗ് എന്ന് വെച്ചാൽ മോഷ്ടിച്ചതിന്, എടുത്തതിനെന്നല്ല മോഷ്ടിച്ചതിന് മുത്തശ്ശി എന്ത് ചെയ്യായിരുന്നു? ഫോർഗീവ് എന്ന് വെച്ചാൽ ക്ഷമിക്കുമായിരുന്നു. കാരണം ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. എന്ത് തന്നെ ആയാലും ആ കീരി വീട്ടിൽ നിന്നും പാമ്പുകളെ അകറ്റി നിർത്തുന്നുണ്ടായിരുന്നു. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. അതായത് ഈ ആൽമരത്തിൽ മറ്റൊരു സംഭവ വികാസമായിട്ടുള്ള ഒരു കാര്യം കൂടി നടന്നു. അത് മറ്റൊന്നുമല്ല, അതായത് ഗ്രേ നിറത്തിലുള്ള അണ്ണാനും വെള്ള നിറത്തിലുള്ള എലിക്കും തമ്മിൽ ഒരു സംഭവം അങ്ങ് നടന്നു. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു? പ്രണയത്തിലേർപ്പെട്ടു. ആ പ്രണയ നിമിഷങ്ങളാണ് ഇനി അടുത്തതായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. വെള്ള എലിയൻ മുത്തശ്ശൻ്റെ ആയിരുന്നു. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബാസാർ ഫോർ 4 അണാസ്. അദ്ദേഹം അത് നമ്മുടെ ബാസാർ എന്ന് വെച്ചാൽ സാധാ ബാസാർ തന്നെ, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക, മാർക്കറ്റ് പോലെയുള്ള സാധനം. അവിടെ നിന്ന് 4 അണ കൊടുത്തിട്ടാണ് മുത്തശ്ശൻ ഈ ഒരു വെള്ള എലിയെ വാങ്ങിയത്. 4 അണ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതെന്ത് അണയാണെന്ന്. സംഭവം മറ്റൊന്നുമല്ല, നമ്മളിപ്പം 4 രൂപ, 4000, 400 എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ പണ്ട് കാലത്തുള്ള ഒരു പൈസയായിരുന്നു. നമ്മളിപ്പം 100 രൂപ, 4 രൂപ എന്ന് പറയുന്നതിന് പകരം പണ്ട് കാലത്ത് 4 അണ. ഓക്കെ, ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. എന്നാൽ ഞാൻ ആ എലിയെ
ഇങ്ങനെ ആൽമരത്തിലും ഒക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ ബനിയൻ ട്രീ വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്. അങ്ങനെ ഈ വെള്ള എലി ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ആൽമരത്ത് പോയിട്ടാകുമ്പം ആ പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ എന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ആ സുഹൃത്ത് ഈ ആൽമരത്തിൽ പോയിട്ട് ഒരു ഗ്രേ നിറത്തിലുള്ള അണ്ണാനുമായിട്ട് വളരെയധികം സൗഹൃദത്തിൽ ഏർപ്പെട്ടു. ദേ വുഡ് ഗോ ഓഫ് ടുഗെദർ ഓൺ ലിറ്റിൽ എക്സ്കേർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. അവരെന്ത് ചെയ്യുമായിരുന്നു? ആ ആൽമരത്തിലൂടെ മുന്തിരിവള്ളികൾ തളിർത്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല, പകരം ആ ആൽമരത്തിലൂടെ വള്ളികൾക്കിടയിലൂടെ അവരിങ്ങനെ പരസ്പരം നടക്കാറുണ്ടായിരുന്നു. ദെൻ ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. അപ്പോഴല്ലേ കാണുന്നേ, കുറച്ച് കഴിയുമ്പോൾ അതാ നമ്മുടെ ഈ ഒരു അണ്ണാൻ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. നെസ്റ്റ് എന്ന് വെച്ചാൽ കൂട്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിങ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. അപ്പം ഇപ്പം മനസ്സിലായല്ലോ, സ്ക്വിറല് പെണ്ണാണ്, നമ്മുടെ വൈറ്റ് റാറ്റ് ആണാണ്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിങ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. അതായത് ആദ്യം ഈ അണ്ണാന് ഈ കൂടുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ കുട്ടിയുടെ പോക്കറ്റിലായിരുന്നു. ആൻഡ് when I went indoors and changed my clothes, I would find straw and grass falling out. അതായത് ഈ കുട്ടി വീട്ടിനുള്ളിൽ ചെന്നിട്ട് ഈ ഡ്രസ്സൊക്കെ മാറ്റുമ്പോഴാണ് കാണുന്നത്, അതായത് ഈ ഷർട്ടിൽ നിന്നും ഈ ഒരു കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുല്ലും ഒക്കെ അങ്ങനെ പുറത്തോട്ടേക്ക് വീഴുന്നത്. Then one day grandmother's knitting was missing. knitting എന്ന് വെച്ചാൽ തുന്നുന്ന സാധനങ്ങൾ. ഒരു ദിവസം മുത്തശ്ശിയുടെ തുന്നുന്ന നൂലും ആ സൂചിയൊന്നും കാണാനില്ല. We hunted for it everywhere but without success. നമ്മൾ അതിനു വേണ്ടിയിട്ട് എല്ലായിടത്തും തിരഞ്ഞു, ബട്ട് എന്താണ്, ബലം കണ്ടില്ല. നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, I saw something glinting in the hole in the banyan tree. ഗ്ലിൻഡിങ് എന്ന് വെച്ചാൽ തിളങ്ങുക. എന്തായിരിക്കും തിളങ്ങുന്നത്? നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. ആ കാണാതെ പോയ സൂചിയും നൂലും അതിൻ്റെ സൂചിയാണ് തിളങ്ങുന്നത്. എവിടുന്നാ തിളങ്ങുന്നത്? I saw something glinting in the hole in the banyan tree. അതായത് ആൽമരത്തിലുള്ള ഒരു ഹോള്, ഒരു എന്താണെന്ന് പറയുക ഹോള്, ആ ഹോളിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്. കുട്ടി എന്ത് ചെയ്തു? ഒരു CBI അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ആ ആൽമരത്തിൻ്റെ അടിയിൽ പോയി ആ ഒരു ഹോളിലേക്ക് തലയിട്ട് നോക്കി. എന്താ കണ്ടത്? I saw that it was the end of grandmother's steel knitting needle. അപ്പോൾ കുട്ടി എന്താ തിളങ്ങുന്നത് കണ്ടത്? ആ മുത്തശ്ശിയുടെ കാണാതെ പോയ നൂലിൻ്റെ ആ ഒരു സൂചിയായിരുന്നു തിളങ്ങുന്നതായിട്ട് കുട്ടി കണ്ടത്. ക്നിറ്റിംഗ് നീഡിൽ എന്ന് പറഞ്ഞാൽ തുന്നുന്ന സൂചി നൂലെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിലെ ആ തുന്നുന്ന സൂചി. ഓൺ ലുക്കിംഗ് ഫർദർ, വീണ്ടും കുട്ടി തിരയാൻ വേണ്ടി തുടങ്ങി. അതിനുള്ളിൽ കുട്ടി എന്ത് ചെയ്യാണ്? ഒരു CBI വിദഗ്ധൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം ആ ഒരു കുട്ടി അതിനുള്ളിൽ അന്വേഷണം നടത്തുകയായി. I saw it was the end of grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting. Crammed എന്ന് വെച്ചാൽ എന്താ? നിറഞ്ഞു നിൽക്കുക. എന്താ ഈ നിറഞ്ഞു നിൽക്കുന്നത്? ക്നിറ്റിങ്. അതായത് വീണ്ടും കുട്ടി അതിൽ അന്വേഷിച്ചപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത് ആ ഹോള് നിറയെ മുത്തശ്ശിയുടെ കാണാതെ പോയ നൂലുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ആൻഡ് എമംഗ്സ്റ്റ് ദ വൂൾ വേർ 3 baby squirrels, all of them white. ആ ഒരു നൂലുകൾക്കിടയിൽ 3 വെള്ള നിറത്തിലുള്ള നല്ല പഞ്ഞി പോലെയുള്ള കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള അണ്ണാന്മാർ 3 എണ്ണം. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. മുത്തശ്ശൻ ഇതുവരെ ഒരു വെള്ള എലികളെ കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. നമ്മൾ അവരെ അത്ഭുതത്തോടുകൂടി വീക്ഷിച്ചു. ഗേസ്ഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി അതിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. വി വെർ പസിൽഡ് ഫോർ സം ടൈം. പസിൽഡ് എന്ന് വെച്ചാൽ സർപ്രൈസ്ഡ്, അത്ഭുതപ്പെട്ടിരിക്കുക. നമ്മൾ മൊത്തം സർപ്രൈസ് അടിച്ച് ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്. ബട്ട് വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് ടു ദ ട്രീ. അങ്ങനെ ഈ കുട്ടി, മക്കളെ നിങ്ങൾ ഓർക്കണം, ഇവിടെ എന്ന് പറയുന്നത് കുട്ടിയെയാണ് അല്ലേ? അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പാഠഭാഗം, ഈ ഒരു സ്റ്റോറി ഏത് രീതിയിലാണ് പോകുന്നത്?
നറേറ്റ് ചെയ്തു തരുന്ന രീതിയിൽ, അതായത് നമുക്ക് കഥ പറഞ്ഞു തരുന്ന രീതിയിൽ, കുട്ടി തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ, മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു തരുന്ന രീതിയിലാണ് പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. അതായത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ മുറ്റത്തൂടെ നടക്കുമ്പോൾ അതാ ഒരു മൈന പറന്നു പോകുന്നു. ആ മൈനയുടെ കൂക്കി വിളി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മൈനയുടെ മാധുര്യമൂറുന്ന ഗാനം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളു പിടഞ്ഞു എന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഇതെന്താണ്, ഞാൻ നിങ്ങൾക്ക് നറേറ്റ് ചെയ്തു തരികയാണ്. അതുപോലെയാണ് കവി സ്വയം പറഞ്ഞു തരുന്ന രീതിയിലാണ്, കവിയല്ല കഥാകൃത്ത് സ്വയം പറഞ്ഞു തരുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. കവി എന്ന് പറയുമ്പോൾ നമ്മളത് കവിതയ്ക്കാണ്, കവിത എഴുതുന്ന വ്യക്തിയാണ്, എഴുതിയ വ്യക്തിയാണ് കവി എന്ന് പറയുന്നത്. കഥ എഴുതിയ വ്യക്തിയെ കഥാകൃത്ത് എന്ന് പറയും. അത് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞതല്ലേ ശരി? പറഞ്ഞ് എനിക്കും സംശയമായി. അങ്ങനെ തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നും വേണ്ട. വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയേ? അപ്പം ഇങ്ങനെയാണ് സംഭവം. ചങ്ങായി പറഞ്ഞു തരുന്ന, സുഹൃത്ത് പറഞ്ഞു തരുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഏത് നമ്മുടെ ആ കുട്ടി എന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പം നമ്മുടെ റസ്കിൻ ബോണ്ട് അദ്ദേഹം തന്നെയാണ് ഈ ഒരു കുട്ടിയായിട്ടുള്ളത് കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് നടന്ന കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ എവിടെ നിർത്തി? But when I mentioned the white rat's frequent visit to the tree, grandfather told me that the rat must be the father. അങ്ങനെ കുട്ടി പറയാണ്, ഈ നമ്മുടെ വെള്ള എലി ഇടയ്ക്കിടെയായിട്ട് ആൽമരത്തിലൊക്കെ ആ വഴിയൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നത് കാണാറുണ്ടായിരുന്നു എന്ന് മുത്തശ്ശനോട് കുട്ടി പറഞ്ഞു. അപ്പം മുത്തശ്ശൻ ഉറപ്പിച്ചു, ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെങ്കിൽ പിന്നെ ആ എലി തന്നെയായിരിക്കും ഈ നമ്മുടെ കുഞ്ഞ് അണ്ണാന്മാരുടെ പിതാവ്. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഈ എലികളും അണ്ണാന്മാരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹി സെഡ്, ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിങ്. അപ്പം അവർക്ക് കുട്ടികളുണ്ടായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ നമ്മുടെ ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വിറൽസ്. അങ്ങനെ ഇവിടെ വെള്ള അണ്ണാന്മാർ ഉണ്ടായിരിക്കുകയാണ് അല്ലേ? നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്ന, പ്രകൃതിയെ പ്രകൃതിയായി കാണാൻ വേണ്ടി പറഞ്ഞു തരുന്ന, പരസ്പരം ജീവികളെ സന്തോഷത്തോടെ അവരെല്ലാവരും നമ്മളോട് തുല്യരുള്ളവരാണ്, നമ്മളുടെ ജീവിതത്തിൽ അവർക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ചെറുകഥയാണ് നമ്മളിപ്പം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ജസ്റ്റ് ഒരു തൽക്കാലത്തേക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കുറച്ച് വൈകിപ്പിക്കുന്നത്. കാരണം അതൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അതൊന്നും അധികം വൈകിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓൾറെഡി ഇങ്ങനെ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ, ഇത് ഓരോ വർഷം കൂടുമ്പോൾ നമുക്ക് പുതിയ രീതിയിലൊക്കെ ക്ലാസ്സുകളൊക്കെ എടുത്ത് തരേണ്ടതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് അത് നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കത് എന്നെ വിശ്വസിച്ച് എല്ലാ വീഡിയോസും കാണാം. അതായത് ഏതൊക്കെ വീഡിയോസ് ആണെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചല്ലോ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തു നിന്നും എക്സാമിന് ചോദിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് പറയാം. ഈ പാഠത്തു നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എന്താ പഠിക്കേണ്ടതെന്ന് അറിയണ്ടേ? നമ്മൾ വെറുതെ ഈ പാഠം മാത്രം കേട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ പഠിക്കണം നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് 3 തവണ ഈ പാഠഭാഗം വായിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ വായിക്കരുത്, അടുത്ത് ഫോൺ വെച്ച് വായിക്കരുത്, അടുത്ത് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിന്ന് അധികം ശബ്ദമൊന്നുമില്ലാത്ത സ്ഥലത്ത്, ഇനി ശബ്ദമുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, നിങ്ങളെങ്ങനെയാണോ കംഫർട്ടായിട്ടുള്ളത് അവിടെ പോവുക. അവിടെ പോയിട്ടാകുമ്പോൾ കൃത്യമായിട്ട് ഓരോ സെൻറ്റൻസുകളും മനസ്സിലാക്കിയിട്ട് വായിക്കുക. ഓരോ സെൻറ്റൻസിനും നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് വായിക്കുക. ഓക്കെ, അത് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, മുത്തശ്ശൻ്റെ ആ ഒരു റിയാക്ഷനും, നിങ്ങൾ തന്നെ ഒരു മുത്തശ്ശനെ അങ്ങ് സങ്കല്പിക്കുക. അദ്ദേഹം ഇങ്ങനെ വായൊക്കെ ഇങ്ങനെ തുറന്ന്, അയ്യോ ഇതെന്തുവാ, വെള്ള എലികളല്ല വെള്ള അണ്ണാന്മാർ, അയ്യോ എന്തൊക്കെയാണ് ഞാൻ കാണുന്നേ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്തുകൊണ്ട് പാഠഭാഗം മനസ്സിലാക്കുക. ദെൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ
ഡയറി റിട്ടൺ ബൈ ദ ബോയ്. അതായത് കുട്ടി ഈ ഒരു നമ്മുടെ ഏതാണ് നമ്മുടെ 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 കീരിയും പാമ്പും തമ്മിലുള്ള ഫൈറ്റിനെ പറ്റിയിട്ട് കുട്ടി അന്നത്തെ ദിവസം രാത്രി ഡയറി എഴുതുന്നു. ഒരു ക്വസ്റ്റ്യനായ കുട്ടി ഈ വെള്ള എലികളെ പറ്റിയിട്ട് ഡയറി എഴുതുന്നു. വെള്ള എലികളല്ല, സോറി, വെള്ള അണ്ണാന്മാരെ പറ്റിയിട്ട് ഡയറി എഴുതുന്നു. ദെൻ കുട്ടിക്ക് വേണമെങ്കിൽ വേറെ എന്ത് ഡയറി എഴുതാം? കുട്ടി ഈ 2 ഡയറി മാത്രം എഴുതിയാൽ മതി. ഈ 2 ഡയറിയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ പാഠത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കണം എന്നാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വെച്ചിട്ടും ചോദ്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ അതിൽ നിന്നും കിട്ടും. പക്ഷേ മെയിനായിട്ട് വരുന്നത് ഡയറി റിട്ടൺ ബൈ ദ ബോയ് അബൌട്ട് ദ ഫൈറ്റ് സീൻ ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. അതായത് കീരിക്കും പാമ്പിനും ഇടയിലുള്ള ഫൈറ്റ് കണ്ടതിന് ശേഷം ആ കുട്ടി രാത്രി എന്ത് ചെയ്യാണ്? ഡയറി എഴുതുകയാണ്. വെള്ള അണ്ണാന്മാരെ പറ്റിയിട്ട് അന്നത്തെ ദിവസം രാത്രി കുട്ടി ഡയറി എഴുതുകയാണ്. പിന്നെ കുട്ടി ഈ ഒരു കണ്ട ഫൈറ്റ് ഉണ്ടല്ലോ, അതായത് പാമ്പിനും കീരിക്കും ഇടയിലുള്ള ഫൈറ്റ് മുത്തശ്ശനോട് ചെന്നിട്ട് പറയുകയാണ്. ആ പറഞ്ഞ കോൺവെർസേഷൻ, സംഭാഷണം, ഏകദേശം 6, 5, 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണേ. ഓക്കെ, ഇതേ കുട്ടി തന്നെ ഈ കണ്ട ഫൈറ്റിനെ പറ്റിയിട്ട് സുഹൃത്തിനോട് പോയിട്ട് പറയുന്നു. അവർക്കിടയിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ ചോദിക്കാം. ഇതേ കുട്ടി തന്നെ അവൻ്റെ പിതാവിനോട്, ആ കുട്ടിയുടെ പിതാവിനോട് ചെന്ന് പറയുന്നു. അത് കോൺവെർസേഷനായിട്ട് ചോദിക്കാം. ഇനി കൂടാണ്ട് ലെറ്റർ, കത്ത് ചോദിക്കാം ഈ ഭാഗത്തു നിന്നും. അതായത് കുട്ടി കണ്ട ഫൈറ്റിനെ പറ്റിയിട്ട് കുട്ടി തൻ്റെ സുഹൃത്തിന് കത്തെഴുതുന്നു. കുട്ടി കണ്ട ഫൈറ്റിനെ പറ്റിയിട്ട് കുട്ടി തൻ്റെ പിതാവിന് കത്തെഴുതുന്നു. കുട്ടി കണ്ട ഫൈറ്റിനെ പറ്റിയിട്ട് കുട്ടി ആർക്കെഴുതുന്നു? മദറിന് കത്തെഴുതുന്നു. ഇതൊക്കെ ചോദിക്കാം. കൂടാണ്ട് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിക്കാം. ഈ ഫൈറ്റ് സീനെ പറ്റിയിട്ട് ഞറേഷൻ ചോദിക്കാം. ഈ വൈറ്റ് സ്ക്വിരൽസിനെ പറ്റിയിട്ട് ഞറേഷൻ ചോദിക്കാം. പിന്നെ എന്താ ചോദിക്കാനുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബോയ് ആൻഡ് ഗ്രാൻഡ് ഫാദർ, നമ്മുടെ ഈ ഒരു കുട്ടിയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. നമ്മുടെ ഈ ഒരു മുത്തശ്ശൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇതൊക്കെ ചോദിക്കാമെന്ന് ഞാൻ പറയും. അപ്പോൾ മക്കളെ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇതൊക്കെ നമ്മളിനി എങ്ങനെ പഠിക്കാനാണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വെറി. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വെറുതെ കയറി ഇങ്ങ് കണ്ടാൽ മതി, പക്കയായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കും മാർക്ക്. സോ ഡോണ്ട് വെറി, നമ്മളുണ്ട് കൂടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുണ്ട് കൂടെ. ഇതൊക്കെ സിമ്പിൾ. ഇനിയും വേണമെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്ത് തരാം. ഡോണ്ട് വെറി, നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്നാണ് മക്കളെ ഞാൻ വിശ്വസിക്കുന്നത്. കമൻറ്റ് ഇടണേ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ബൈ. നല്ല രീതിയിൽ പഠിക്കുക, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുക. നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. നല്ല നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുക. നല്ല നല്ല കാര്യങ്ങൾ മാത്രം പറയുക. നല്ല നല്ല കാര്യങ്ങളിൽ പെടുന്ന ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.